മട്ടൻ ബിരിയാണി ഉണ്ടാക്കാൻ പോണു. നമ്മൾ ഫുൾ ആടാണ്, ഫുൾ ആട് കൊണ്ട് മട്ടൻ ബിരിയാണി. ഇവിടെ ചെറിയ മഴയുണ്ട്, ഇവിടെ നന്നായി ക്ലീൻ ചെയ്തെടുക്കാതെ. ഉള്ളിലടി നല്ല ബ്ലഡൊക്കെ പോട്ടെ. മതി ലക്ഷ്മണ, കാര്യങ്ങൾ വൃത്തിയായി. ഒന്ന് ചരിക്ക് ലക്ഷ്മണ, പിടിച്ചോ. എടുത്തോ. നമുക്ക് അടുപ്പൊന്ന് കത്തിച്ചെടുക്കാം. മഴ കാരണം നമ്മൾ പരിപാടി അകത്തേക്ക് മാറ്റിയിരിക്കണം. പറമ്പിൽ ചെയ്യാൻ പറ്റില്ല, മഴ പെയ്തുകൊണ്ടിരിക്കണം. കർപ്പൂരമാണ്, കർപ്പൂരം ഒന്ന് കത്തിപ്പിടിച്ച് പെട്ടെന്ന് ആയിപ്പോണം. നമുക്ക് ചട്ടി വെച്ച് ആട്ടിനൊന്ന് വേവിച്ചെടുക്കാം ആദ്യം. ഒപ്പം പോയി റെഡി. കാട്ടിനൊന്ന് വേവിച്ചെടുക്കണം ആദ്യം. അത് കൊടുത്തിട്ടോ. ഇന്നും കുറച്ച് മഞ്ഞപ്പൊടി, പുതിനയില, കുറച്ച് മല്ലിയില, ഇനി കുറച്ച് ഏലക്കായി, ബേ ലീവ്സ്, പട്ട, ക്രാമ്പു, തക്കോലം, കുറച്ച് കല്ലുപ്പ്, നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്താൽ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. നമ്മുടെ ആടവിടെ വെന്തുകൊണ്ടിരിക്കണം. ആട് വേകുമ്പോഴേക്കും നമുക്കിത് കട്ട് ചെയ്ത് വെച്ചാൽ പണി എളുപ്പമാവും. നമുക്ക് അരി ഒന്ന് കഴുകി കുതിരാനായിട്ട് വയ്ക്കാം. ഇത് ബസുമതി അരിയാണ്. നമ്മളൊരു 16 കിലോ 17 കിലോ അരി എടുക്കുന്നുണ്ട്. ഇതിന് നല്ല ഭംഗിയുള്ള അരിയാണ് കേട്ടോ. ഇതൊരു കിലോ 129 രൂപ വരുന്നുണ്ട്. ഇതിൽ പല ക്വാളിറ്റി ഉണ്ട്. 85 രൂപ മുതൽ ഇത് സ്റ്റാർട്ടിങ് ഉണ്ട്. നമ്മളിത്തിരി നല്ല ക്വാളിറ്റി എടുത്തുകൊണ്ട് മാത്രം. ഇത് ഒരു ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു ഗ്ലാസ്സിന് 1.25 ഗ്ലാസ് ഒഴിച്ചാൽ മതി. കാരണം എന്താ പറയുക, നമ്മൾ ഇറച്ചിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇറച്ചിയിൽ വെള്ളം ഉണ്ടാവും. അപ്പോൾ ആ വെള്ളവും കൂടി അഡ്ജസ്റ്റ് ആകുമ്പോൾ കറക്റ്റായിക്കോളും. നമുക്ക് അരിയൊന്ന് നല്ലപോലെ കഴുകിയിട്ട് ഇതൊരു അരമണിക്കൂർ സോക്ക് ചെയ്ത് വെക്കണം. അപ്പോഴേ ശരിക്കും അരി ഒന്ന് ഇതാവുള്ളൂ. നമ്മൾ വെച്ച് കുറേ നേരമായി. നമുക്കൊന്ന് തുറന്ന് നോക്കാം. 1-2 പ്രാവശ്യം തുറന്ന് ഇളക്കിയതാണ് ഞാൻ. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. വിറയ്ക്കണം, വെയിറ്റ്. സംഗതി പീസായി, നല്ലോണം വെന്തു സംഭവം. നല്ല വേഗാതിരിക്കാനും പറ്റില്ല നമുക്ക്. അടുത്തതിൻ്റെ അടുപ്പ്. നമുക്ക് ഈ വെള്ളം നമുക്ക് ബിരിയാണിക്ക് ഒഴിക്കാനായിട്ട് എടുക്കാം. ഇതിൻ്റെ ഒരു പാത്രം വെള്ളം നമുക്ക് വേണം. മതി 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 മതി. നമുക്ക് ചട്ടി വെച്ച് നമുക്ക് ബിരിയാണി റെഡിയാക്കി എടുക്കാം. നേരെ വയ്ക്കില്ല, നേരെ വയ്ക്കുക. അപ്പുറത്ത് സൗണ്ട് വേണം. നമുക്കിത് ഓയിൽ ഒഴിക്കാം.
ഓയിലൊരു 3 ലിറ്റർ ഓയിൽ വേണം നമുക്ക്. അത് മുറിയാനൊരു പാട്. ഇത് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം. കുറച്ച് നെയ്യ് നമുക്ക് ലാസ്റ്റ് ഒഴിക്കാൻ പാടില്ല. ഇത് നമുക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്കായി, തക്കോലം, ഇത് ബേ ലീവ്സ് ആണ്. ബേ ലീവ്സ് ഇത് കൊടുക്കാം. ഇത് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് സാധാ ജീരകമാണത്. ഇത് കുറച്ച് കശകശയാണ്. കുറച്ച് കശകശ ഇട്ട് കൊടുക്കാം. ഇളക്കൽ ഇഷ്ടമാണ്. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പാണ്. ഇതൊരു പ്രത്യേകത റെസിപ്പി, അത് അടിപൊളിയാണ്. ഇനി കുറച്ച് മല്ലിയില, കുറച്ച് പൊതിയില. നമുക്ക് കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കാം. ഒന്ന് മൂത്ത് വരണം നല്ലോണം. നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇത് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റ്, ഇത് കുറച്ച് ഇഞ്ചി പേസ്റ്റാണിത്. തക്കാളി കൊണ്ടുവാ. ഇത് ഇട്ടോ അങ്ങനെ ഇട്ടോ. ഇനി കുറച്ച് മുളക് പൊടി. മുളക് പൊടിയൊക്കെ അവരുടെ എരിവിനനുസരിച്ച് ചേർക്കുക. നമ്മളിത് ഒരു 16-17 കിലോ ഉള്ളതുകൊണ്ടാണ് ഇത്രയും മുളക് പൊടി ഇട്ടത്. ഇത് നമുക്ക് ബിരിയാണി മസാല ഇട്ട് കൊടുക്കും. ഇത് നമ്മൾ പൊടിച്ചെടുത്താണ്. പട്ട, ഗ്രാമ്പു, ഏലക്കായി, തൈക്കോലം. ഇത് നമ്മുടെ ബിരിയാണി മസാലയാണ്, കടയിൽ നിന്ന് വാങ്ങിച്ചാണ്. മട്ടൻ മസാല, മട്ടൻ ബിരിയാണിക്കുള്ള സ്പെഷ്യൽ മസാലയാണത്. കളക്ക് ഇത് നമ്മുടെ മട്ടൻ്റെ പീസ് ഇട്ട് കൊടുക്കും. അത് സംഗതി ഒക്കെ മുറിഞ്ഞിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഫുള്ളായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഇറച്ചിയൊക്കെ വേറെ വിട്ട് വരും. നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. പതുക്കെ നടക്കോ. ഇനി നമ്മൾ മട്ടൻ വേവിച്ചെടുത്ത വെള്ളമാണത്. ഇത് നമ്മൾ മസാല ആയിരിക്കും. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. വെള്ളം തിളക്കട്ടെ. നമുക്ക് തുറന്ന് നോക്കാം. തിളക്കുന്നുണ്ട്. അടിപൊളി. നമ്മൾ സോക്ക് ചെയ്ത് വെച്ച അരിയാണ്. ഒരു 1/2-3/4 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്ത് വെച്ചു. നല്ല നമുക്ക് പിടിച്ചു ചട്ടകത്തിലിടും. ഈ ചട്ടകത്തിലിടും. ഇനി കുറച്ച് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉപ്പ്, നമ്മൾ ഉപ്പിട്ടിട്ടില്ല, കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം.
ഉപ്പ് നോക്കിയിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ നോക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി. നമ്മൾ അടപ്പ് മാറ്റി ഇത്ര നേരം വലുതായിരുന്നു വെച്ചിരുന്നത്. ഇനി നമുക്ക് ദമ്മിടണം ഇതിന് മുകളിൽ. നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം, ഒന്ന് ഇളക്കി തുറക്കാം. ഞാൻ ഒരു തവണ ഇളക്കിയതാണ്. ഒന്ന് ഇടയ്ക്കാൻ തുറന്ന് ഇളക്കിയില്ലെങ്കിൽ അടിക്കുപിടിക്ക് സാധ്യതയുണ്ട്. നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ഇത് വറുക്കാത്താണത്, ഇതൊരു പ്രത്യേക സ്റ്റൈൽ ബിരിയാണിത്. കുറച്ച് നമ്മൾ വറുത്തെടുത്ത ഉള്ളി, നെയ്യാണിത്. നെയ്യ് ലേശം കട്ടി കൂടി നെയ്യായതുകൊണ്ടേ ഒരു സ്ഥലത്ത് തന്നെ കിടന്നു. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, ദമ്മിട. നമുക്ക് നമ്മുടെ ദമ്മ് പൊട്ടിക്കാൻ എന്താ ചൂട്. സംഭവം അടിപൊളിയായി. നല്ല ചൂടറിയാം, നല്ല സുഖമായിട്ട് കഴിക്കാം. നമുക്കിത് ഇലയിലേക്ക് മാറ്റാം. നമുക്ക് ഈ എല്ലൊക്കെ ഇതൊന്ന് വേർപെടുത്തി തീർക്കണം. അതിന് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മട്ടൻ ബിരിയാണി ഉണ്ടാക്കിയത് നമ്മുടെ ഓർഫനേജിലാണ്. പോളി ഗാർഡൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഫനേജിൽ വെച്ചാണ് നമ്മൾ ഉണ്ടാക്കിയത്. ഇവർക്ക് തന്നെ നമുക്ക് കൊടുക്കാൻ പോകുന്നത്. ജസ്റ്റ് നമ്മളൊന്ന് ടേസ്റ്റ് നോക്കാമെന്ന് മാത്രം. ഇന്ന് പുറത്ത് മഴയായതുകൊണ്ട് നമ്മൾ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ കുറച്ച് ഒരു മഴയ്ക്കൊരു സമാധാനമുണ്ട്. ഇത്ര നേരം മഴയായിരുന്നു. അപ്പോൾ അതാണ് നമ്മൾ അകത്ത് വെച്ച് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എന്തായാലും സ്ഥിതി നമുക്ക് പറയാം അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്ക് സൈത്തെ. ഇറച്ചി വെച്ച് നോക്ക്. സൂപ്പറായില്ലേ? അടിപൊളിയായിട്ടുണ്ട്. സംഗതിയൊക്കെ വന്നിട്ടുണ്ട്, സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. മട്ടനൊക്കെ നല്ലോണം നമ്മൾ വേവിച്ചോ. സംഗതിയിൽ അടിപൊളിയാണ്. എരിവ് കറക്റ്റല്ലേ സൈതാ? കറക്റ്റാണ്. നമ്മുടെ ഫിറോസ്കയാണ്. ഫിറോസ്ക നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടോ? മട്ടൻ ബിരിയാണിയാണ്, സൂപ്പർ മട്ടൻ ബിരിയാണി. അപ്പൊ ഇക്ക ഇവിടെ വന്ന് തന്നെ ഉണ്ടാക്കി. ഇക്കന്ന് കാലത്ത് തൊട്ട് അതിനു വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ നമുക്ക് നല്ല മട്ടൻ ബിരിയാണി, നിങ്ങൾ ഇത്രയും കാലത്തിനിടയ്ക്ക് ആദ്യമായിട്ട് നല്ല മട്ടൻ ബിരിയാണി കഴിക്കല്ലേ? സന്തോഷല്ലേ? അപ്പൊ പ്രത്യേകം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ഇക്കയോട് കൂടെ ഇന്ന് നമുക്ക് വേണ്ടി സഹായിച്ച എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അതുപോലെ ഇക്കയ്ക്കും കൂട്ടുകാർക്കും ഒക്കെ
പെട്ടെന്നുള്ള അപകടങ്ങളും രോഗങ്ങളും ഒന്നും ഇല്ലാതിരിക്കാനും അവരൊക്കെ ഒത്തിരി സന്തോഷത്തോടെ ആയിരിക്കാനുള്ള വലിയ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് കണ്ണടയ്ക്കാം. ഇക്കയും ഇക്കയുടെ കൂട്ടുകാരെയും ഈ ഭക്ഷണത്തിനായിട്ട് സഹായിച്ചവരെയും എല്ലാവരെയും സർവേശ്വരന് മുമ്പിൽ സമർപ്പിച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കാം എല്ലാവരും.